ഹെയ്ത്തിയിൽ 15 വർഷം മുൻപായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഭൂകമ്പമുണ്ടായത്. അന്ന് 2.5 ലക്ഷത്തോളം ജീവനുകളാണ് ദുരന്തം കവർന്നത്. ആ തകർച്ചയിൽ നിന്നും കരകയറി വരുമ്പോഴെല്ലാം പിന്നീടും സമാനമായ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. മരണം കാത്തു കഴിയുന്ന ഒരു രോഗിയുടെ അവസ്ഥ എന്ന് വേണമെങ്കിൽ ഹെയ്ത്തിയുടെ അവസ്ഥയെ പറയാം. ഇത്തരം സാഹചര്യത്തിലും ഇവിടെ അനേകം ദൈവവിളികൾ സംഭവിക്കുന്നു എന്നത് പ്രത്യാശ പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിനം റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ലിയോ 14 പാപ്പായുടെ കാർമ്മികത്വത്തിൽ പൗരോഹിത്യം സ്വീകരിച്ച ജിയർഗ് സ്റ്റാൻലിയെ ആ അനേകരിൽ ഒരാളായി പരിഗണിക്കാം. വളരെ ചെറുപ്പം മുതലേ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഇതെൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു. നിറ കണ്ണുകളോടെയാണ് ഞാൻ ഈ വാർത്ത കേട്ടത്. ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു പൗരോഹിത്യ ചടങ്ങിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ദൈവം ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. വൈദികരുടെ ജൂബിലിക്കായി ആദ്യമായി റോമിലേക്ക് യാത്ര ചെയ്ത 35 വയസ്സുകാരനായ ഫാദർ സ്റ്റാൻലി പറയുന്നു, തൻ്റെ രാജ്യത്തെ ദുരിതക്കയത്തിലാഴ്ത്തിയ ഭൂമികുലുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ട ഭയപ്പെടുത്തുന്ന ആ നിമിഷങ്ങൾ വീണ്ടും ഫാദർ സ്റ്റാൻലി ഓർത്തെടുത്തു. ജനിച്ച വെറും 11 ദിവസം മാത്രമേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. ഇത്രയും വലിയ നഷ്ടത്തിലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനോ തള്ളിപ്പറയാനോ സ്റ്റാൻലി തയ്യാറായില്ല. ദേവാലയത്തിൽ അൾത്താര ശുശ്രൂഷയായി പ്രവർത്തിച്ച് കൂടുതൽ പ്രാർത്ഥിച്ച് ഒടുവിൽ താൻ ആഗ്രഹിച്ച പോലെ ഒരു വൈദികനായി അഭിഷിക്തനായിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന് ചിന്തിച്ച സ്റ്റാൻലി സ്കാലാബ്രീനിയൻ മിഷണറിമാരുടെ സഹായത്തോടെ കുടിയിറക്കപ്പെട്ടവരുടെ ക്യാമ്പുകളിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടു. അതായിരുന്നു പൗരോഹിത്യത്തിലേക്കുള്ള തൻ്റെ വിളിയെ തിരിച്ചറിയാൻ കാരണമായത്. യേശുവിന് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ച് അനേകർക്ക് സുവിശേഷം പകരാൻ അദ്ദേഹം സ്വന്തം ജീവിതം സമർപ്പിച്ചു. 2012 ഹെയ്ത്തിയിലെ സെൻറ്റ് ചാൾസ് ബൊറോമി സെമിനാരിയിലും തുടർന്ന് ദൈവശാസ്ത്ര പഠനത്തിനായി 2018 സാൻ ലൂയിസ് പൊട്ടോസിയിലെ മേജർ സെമിനാരിയിലും ചേർന്നു. ഒടുവിൽ വത്തിക്കാനിൽ വെച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 കാർമ്മികത്വത്തിൽ പുരോഹിതനായ അദ്ദേഹം കൂടുതൽ ഊർജത്തോടെ ഇനി തൻ്റെ ശുശ്രൂഷകൾ ചെയ്യാനുള്ള നീക്കത്തിലാണ്.